ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ശ്ലീഹ നോമ്പിൻ്റെ 7-ാം ദിനത്തിലേക്ക് നാം കടന്നിരിക്കുന്നു. 7 ദിനങ്ങളിൽ നാം നമ്മുടെ കർത്താവിൻ്റെ ശ്ലീഹന്മാരുടെ വിളിയെപ്പറ്റിയും അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റിയും അതിൽ അന്തർലീനമായിരിക്കുന്ന ചില സന്ദേശങ്ങളെപ്പറ്റിയും ഒക്കെ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് ഒരു വാക്യം വായിച്ച് ഞാൻ ആരംഭിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇതേറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. നമ്മുടെ കർത്താവ് ശിഷ്യത്വത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ത്യാഗത്തെപ്പറ്റി പഠിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു വേദഭാഗമാണ്. ശിഷ്യത്വം അത് ഒരു പൂമെത്തയല്ല. ഒരു ശിഷ്യനായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയേറെ ശ്രമസാധ്യമായ ഒരു കാര്യമാണ്. അതിൽ അന്തർഭവിച്ചിരിക്കുന്ന ഒത്തിരിയേറെ ത്യാഗങ്ങളുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ പിന്നാലെ പോയ ശ്ലീഹന്മാർ എല്ലാവരും അവരവരുടേതായ നിലയിൽ ത്യാഗോജ്വലമായ ജീവിതം നയിച്ചവരാണ്. ശ്ലീഹൂസോ അല്ലെങ്കിൽ ശ്ലീഹാത്വം, ശ്ലീഹൂസോയും സൊഹദൂസോയും ഒരുമിച്ച് പോകുന്ന 2 സങ്കല്പങ്ങളാണ്. ഒരു ശ്ലീഹ ആയിരിക്കുന്നവൻ മിക്കവാറും ഒരു സഹദായും ആയിരിക്കും. അപ്പോൾ ശ്ലീഹാത്വവും സഹദാത്വവും അല്ലെങ്കിൽ രക്തസാക്ഷിത്വവും ഒന്നിച്ചു പോകുന്ന 2 കാര്യങ്ങളാണ്. കർത്താവിൻ്റെ ശ്ലീഹന്മാരെ നോക്കിയാൽ അറിയാം. 12 പേരിൽ ഒരാൾ കെട്ടുഞാന്ന് ചത്തു. മറ്റൊരാൾ മാത്രം, അതായത് ഏറ്റവും ഇളയവനായ യോഹന്നാൻ മാത്രമാണ് സ്വാഭാവിക മരണം പ്രാപിച്ചത്. ബാക്കി എല്ലാ ശ്ലീഹന്മാരും അവരവർ പോയ ദേശത്ത് വെച്ച് അവരവർ സുവിശേഷം അറിയിച്ച അതാത് രംഗങ്ങളിൽ വെച്ച് സഹദാ മരണം പ്രാപിക്കുകയായിരുന്നു. പത്രോസിനെ തല കീഴായി കുരിശിച്ചു. അന്ത്രയോസിനെ ആകൃതിയിലുള്ള കുരിശിച്ചു. തോമാശ്ലീഹായെ മൈലാപ്പൂരിൽ വെച്ച് കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. ബർത്തുൽമായെ തോലുരിച്ചു കൊന്നു. ഇങ്ങനെ ഓരോരുത്തരും ഈ സഹദായുടെ വഴിയിൽ, സഹദാത്വത്തിൻ്റെ വഴിയിൽ നടന്നവരാണ്. അതുകൊണ്ട് ശ്ലീഹൂസോയും സൊഹദൂസോയും ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണെന്ന് നമ്മുടെ കർത്താവ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം എല്ലാവരും ഈ ശ്ലീഹ നോമ്പിൽ ഓർത്തിരിക്കേണ്ടതാണ്. കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് എല്ലാവർക്കും കർത്താവ് ഒറ്റ കാര്യം മാത്രമേ പ്രോമിസ് ചെയ്തിട്ടുള്ളൂ. അതെന്താണ്? നാൾ തോറുമുള്ള കുരിശ്. കുരിശെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തുന്നത് എൻ്റെ പിന്നാലെ വരുന്നവൻ കുരിശെടുത്തുകൊണ്ട് വരണമെന്നല്ല, നാൾ തോറും തൻ്റെ കുരിശെടുത്ത് വരണമെന്നാണ്. എവ്രി ഡേ ഇൻവേരിയബിളി യു വിൽ ഹാവ് എ ക്രോസ്. എല്ലാ ദിവസവും ഒഴിച്ചുകൂടാനാവാത്ത ഒരു കുരിശ് നമുക്കുണ്ടാവും. കർത്താവിൻ്റെ പിന്നാലെ പോയവർക്കെല്ലാം ഈ കുരിശുണ്ടായിരുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ശ്ലീഹന്മാർ, ഈ നാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന, മധ്യസ്ഥത ആഗ്രഹിക്കുന്ന ഈ ശ്ലീഹന്മാരെല്ലാവരും സഹദാ മരണം പ്രാപിച്ചവരാണ്. അതുകൊണ്ട് ഈ ശ്ലീഹൂസോയും സൊഹദൂസോയും ഒരുമിച്ചാണെന്നുള്ളൊരു ബോധ്യം നമ്മെ എല്ലാവരെയും ഭരിക്കട്ടെ. ഈ നാളുകളിൽ നോമ്പ് അനുഷ്ഠിക്കുന്ന പലർക്കും ജീവിതത്തിൽ പ്രതിസന്ധികളുള്ളവരായിരിക്കും. രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ കാണും. ജോലി ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും ഗൾഫിൻ്റെ ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെടുന്നവർ കാണും. ചിലരൊക്കെ കടക്കണിയിൽപ്പെട്ട് ഉഴലുന്നവരുണ്ടാകും. മറ്റു ചിലർ ജീവിതത്തിൻ്റെ മറ്റു പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങളാൽ വലയുന്നവരുണ്ടാവും. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അനുഭവമുള്ളവരുണ്ടാവും. അവരോടെല്ലാം ഈ ശ്ലീഹ നോമ്പിൽ പറയാനുള്ളത്, നാം മാതൃകളാക്കി വയ്ക്കുന്ന ഈ കർത്താവിൻ്റെ ശ്ലീഹന്മാർ എല്ലാവരും
ഈ കുരിശിൻ്റെ വഴിയിൽ സഞ്ചരിച്ചവരാണ്. അതുകൊണ്ട് കുരിശില്ലാത്ത ഒരു ജീവിതത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കണ്ട. കുരിശില്ലാത്തൊരു ജീവിതം കർത്താവ് ഒരിക്കലും തരികയില്ല. യേശുക്രിസ്തു അങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എല്ലാ ദിവസവും കുരിശെടുക്കണം എന്നാണ്. അല്ലാതെ കുറച്ച് നാളത്തേക്ക് ഒരു കുരിശ് തരാമെന്നല്ല. എവ്രി ഡേ യു വിൽ ഹാവ് എ ക്രോസ്. അത് സഹിക്കുവാനും വഹിക്കുവാനും ഒരുപക്ഷെ അവസാനം അന്ത്യത്തോളം മരണം വരെ സഹിച്ചു നിൽക്കുവാനും കഴിയുന്നവന് മാത്രമേ കർത്താവിൻ്റെ രാജ്യത്തിൽ പങ്കുകാരനായി തീരാനായിട്ട് പറ്റുകയുള്ളൂ. പത്രോസിനെ പറ്റി ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഒരു സാങ്കല്പിക കഥയാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ നിങ്ങൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ കഥയുടെ പേര് ഖോവാദിസ് എന്നാണ്. ഖോവാദിസ് എന്ന് പറഞ്ഞാൽ പത്രോസിനെ കൊല്ലാനായിട്ട് റോമൻ കാരാഗൃഹത്തിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് എങ്ങനെയോ അയാൾ രക്ഷപ്പെട്ട് അവിടുന്ന് ആരും കാണാതെ ഓടി കിതച്ച് റോമ നഗരത്തിൻ്റെ ആ ഗേറ്റ് കടന്ന് പുറത്ത് വരുമ്പോൾ എതിരെ ഒരാൾ വരുന്നു. നോക്കിയപ്പോൾ ആരാണ്? നമ്മുടെ കർത്താവായ യേശുവാണ്. ഇത് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം നടന്ന ഒരു കഥയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. യേശു മശിഹ നേരെ എതിർപ്പെടുകയാണ്. വിഷണ്ണനായ ഇതികർത്തവ്യത മൂഢനായ പത്രോസ് അവിടെ നിൽക്കുന്നു. എന്നിട്ട് അദ്ദേഹം വളരെ ഒരു വിഷാദഭാവത്തിൽ കർത്താവിനോട് ചോദിക്കുകയാണ്, ഖോവാദിസ്, കർത്താവെ നീ എവിടെ പോകുന്നു? ഖോവാദിസ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം അതാണ്. വേർ ആർ യു ഗോയിങ്? നീ എവിടെയാണ് പോകുന്നത്? നീ എവിടേക്ക് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ കുരിശിക്കപ്പെടാൻ പോവുകയാണ്. നീ ആ തടവറയിൽ കിടക്കുകയായിരുന്നു, നിന്നെ കുരിശിക്കാനായിട്ട് കൊല്ലാനായിട്ട് വിധിച്ചിട്ടിരിക്കുകയാണ്. നീ എന്ത് ചെയ്തു? നീ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷേ ആ രക്ഷപ്പെടിയിൽ എനിക്ക് വേണ്ട, നിനക്ക് പകരം ഞാൻ പോയി വീണ്ടും ഒരിക്കൽ കൂടെ കുരിശിക്കപ്പെടാം. അതുകൊണ്ട് ഈ കുരിശിക്കപ്പെടലിൽ നിന്ന് രക്ഷപ്പെടുന്നതല്ല, ഏതെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നതല്ല. അതിനെ ദൈവം തരുന്നതാണെങ്കിൽ, ദൈവഹിതപ്രകാരമുള്ളതാണെങ്കിൽ അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് പ്രത്യാശയോടെ മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥമായ ശിഷ്യത്വം. അതാണ് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, അല്ലെങ്കിൽ ശിഷ്യത്വത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ത്യാഗം എന്ന് പറയുന്നത്. അത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവവേദ്യമാവട്ടെ. ജീവിതത്തിൻ്റെ നിരാശാപൂർണമായ അനുഭവങ്ങളിലൂടെ പോകുന്നവർ, തളർന്നുപോയി എനിക്കിനി ആരുമില്ല എന്ന് ജീവിതത്തിൽ നിർണയം പ്രാപിച്ചവർ, പലതരത്തിൽ ജീവിത പ്രതിസന്ധികൾ ഉഴന്ന് വലഞ്ഞു നിൽക്കുന്നവർ, അവരോടെല്ലാം പറയാനുള്ളത്, നമ്മുടെ കർത്താവ് നമുക്ക് തരുന്ന കുരിശ് നിശ്ചയമായിട്ടും അവന് വഹിക്കുവാൻ കഴിയും, നമ്മളെ ബലപ്പെടുത്തുവാൻ കഴിയും. കർത്താവിൻ്റെ പിന്നാലെ പോയ ശ്ലീഹന്മാർ ആ തരത്തിൽ ഒരുപക്ഷെ അവർ സഹതാ മരണം പ്രാപിച്ചെങ്കിലും ചരിത്രത്തിൻ്റെ ഏടുകളിൽ, തങ്കലിപികളിൽ അവരുടെ പേരുകൾ എഴുതപ്പെട്ടതും ഇന്ന് സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം അവർ സന്തോഷിക്കുന്നതും ഈ വഴിയിൽ സഞ്ചരിച്ചതുകൊണ്ടാണ് എന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ശ്ലീഹന്മാരുടെ മധ്യസ്ഥത അതിന് നമുക്ക് കോട്ടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.